ഡാനിയുടെ വാക്കിൽ കേട്ടതും ശിവ അവന്റെ കഴുത്തിൽ നിന്ന് പിടിവിട്ട് മാറി നിന്നു. ഡാനി കഴുത്തിലൊഴിഞ്ഞുകൊണ്ട് പേടിയോടെ ശിവയെ നോക്കി. ശിവ രൂക്ഷമായ മിഴികളോടെ ഡാനിയെ നോക്കി നിൽക്കുകയായിരുന്നു. നിന്നോട് പറയണമെന്നൊക്കെ കരുതിയതാ, പക്ഷേ എന്തു പക്ഷേ? ഞാനും നീ ഒന്നായതുകൊണ്ട് എന്റെ ഒരു കാര്യം നിന്നോട് ഞാൻ മറച്ചു വെച്ചിട്ടില്ല. എന്റെ കൂടപ്പിറപ്പിനെ പോലെ കണ്ടിട്ട് ശിവ, ഞാൻ മനഃപൂർവ്വം അല്ലടാ. വേണ്ടടാ, നീ എന്നെ പൊട്ടനാക്കി നീ കളിച്ച നാടകം കൊള്ളാം. നിന്റെ നാടകത്തിന്റെ ഭാഗമായിട്ടാവും അഞ്ജലിയുടെ എന്റെ ഈ വിവാഹം പോലും, അല്ലേ? ശിവ, അങ്ങനെയൊന്നും അല്ലേടാ. എനിക്കൊന്നും കേൾക്കണ്ട. എന്തായാലും സന്തോഷായി. ശിവ ദേഷ്യത്തിൽ ഇറങ്ങിപ്പോകുന്നാണ്ട് ഡാനി വേദനയോടെ നിന്നു. ഗൗതമിന് ശിവയുടെ പോക്കണ്ട് സങ്കടം തോന്നി. ശിവയെ തിരിഞ്ഞ് ഉമ്മറത്തേക്ക് വന്ന അഞ്ജലി ശിവ ബൈക്കിൽ കയറി പോകുന്നുണ്ട്. കാര്യമറിയാതെ ഗൗതമിനെയും ഡാനിയെയും നോക്കി. എന്താ പോയത്? അത് അവന് പെട്ടെന്നൊരു കോള്, എന്തോ അർജന്റാണെന്ന് പറഞ്ഞു. ഇപ്പൊ ഒരു ഭക്ഷണം കഴിക്കാതെയാ പോയത്. അഞ്ജലി സങ്കടത്തോടെ പറഞ്ഞുകൊണ്ട് അകത്ത് കയറിപ്പോയി. അഞ്ജലി അകത്ത് പോയതും ഗൗതം ഡാനിയെ നോക്കി. സാരടാ, എല്ലാം ശരിയാവും. ശിവ വരുമെന്ന് കാത്ത് അഞ്ജലി രാത്രി വരെ കാത്തിരുന്നു. ഒരുപാട് തവണ ഫോൺ വിളിച്ചെങ്കിലും കോള് കണക്ട് ആയില്ല. അഞ്ജലിക്ക് നിരാശയും ദേഷ്യവും സങ്കടമെല്ലാം കൊണ്ട് മിഴികൾ നിറഞ്ഞു. ഡാനിയെ കീർത്തിയുടെ അച്ഛനും അമ്മയും അംഗീകരിച്ചു. എല്ലാവരിൽ നിന്നും മാറി നിൽക്കുന്ന അഞ്ജലിയുടെ അടുത്ത് ഗൗതം വന്ന് നിന്നു. അവളുടെ തോളിലൂടെ കൈയിട്ടു. നിന്റെ റൗഡി വരുമ്പോഴേ ഫോണിൽ കിട്ടുന്നില്ല ഗൗതം. ആ വന്നോളൂ, നീ വന്നേ. നിന്നിങ്ങനെ കിട്ടിയിട്ട് എത്ര ദിവസമായി? ഗൗതം പറയുന്ന കേട്ട് അഞ്ജലി ചിരിയോടെ അവനെ നോക്കി. ഗൗതം കീർത്തിയെയും ഡാനിയെ വിളിച്ച് മുകളിൽ പോയി. അഞ്ജലി ഉണ്ടായിരുന്നു കൂടെ. അവർ നാലുപേരും കൂടെ മുകളിൽ അഞ്ജലിയുടെ മുറിയിൽ കയറി. അകത്ത് കയറിയത് ഗൗതം കീർത്തിയുടെ കയ്യിൽ ബലമായി പിടിച്ചു. അഞ്ജു, ഇവളെന്താ ചെയ്യേണ്ടത്? ഈ കോന്തനെ ഒരു വർഷം ഉള്ളിൽ കൊണ്ടുവന്നതിന്റെ ഒരു സൂചന പോലും തന്നില്ലല്ലോ ഇവള്. ഒരു വർഷോ? അതെടി, ഇവൻ പറഞ്ഞപ്പോഴല്ലേ അറിയുന്നത്. കേട്ടൊന്നും വിശ്വാസം വരാതെ അഞ്ജലി കീർത്തിയെയും ഡാനിയെ മാറി മാറി നോക്കി. കീർത്തി അതേ നേരത്തിൽ തലയാട്ടിയതും അഞ്ജലിയുടെ മനസ്സിൽ 1000 ചോദ്യങ്ങൾ ഉടലെടുത്തു. അഞ്ജു, നിന്റെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയാം. എല്ലാം ഞാൻ പറയാടി. പറഞ്ഞില്ലേ പറയിപ്പിക്കാൻ എനിക്കറിയാം. അല്ലെങ്കിൽ അവന്റെ ആദ്യരാത്രി കൊളാവും. ഗൗതം ഡാനിയുടെ വയറിൽ പതിയിടിച്ചുകൊണ്ട് പറഞ്ഞു. അതൊക്കെ പണ്ടേ കഴിഞ്ഞതാ. ഡാനി പതിയെ ഗൗതമിന്റെ ചെവിൽ പറഞ്ഞു. ഗൗതം ഞെട്ടി അവനെ നോക്കി. ഡാനി നാണാഭിനയിച്ചുകൊണ്ട് നിൽക്കുന്ന ഗൗതം പല്ലിറുമ്മി. ഷാലിനിയുടെയും അജയേട്ടന്റെയും വന്നറിഞ്ഞ് അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി നിന്നെ തെരഞ്ഞു വന്നതാ ഇവൻ. വന്നു പെട്ടത് എൻ്റെ അടുത്ത്. അന്ന് മുതൽ ഇടയ്ക്കിടയ്ക്ക് വരും ഓരോന്നും പറഞ്ഞു. ആദ്യമൊന്നും എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. പിന്നെ എൻ്റെ മനസ്സിൽ ഇച്ചാനൊരു പ്രണയമായി മാറി. അപ്പോ ശിവനെ തട്ടിക്കൊണ്ടുപോയതല്ല നിന്റെ അറിവോടെയാണോ? അല്ല, അതറിഞ്ഞോ നിന്നെ രക്ഷിക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചു. പക്ഷെ ഇച്ചായൻ പറഞ്ഞു ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന്. നീ കരുതുന്ന പോലെ നിന്റെയും ശിവയുടെയും കൂടിച്ചേരൽ ഞങ്ങളുടെ ബന്ധം കൊണ്ടല്ല. ഷാലിനിയുടെ കാര്യത്തിൽ ആദ്യം അജിയെ കൊണ്ടുപോയി കയ്യും കാലും ഒടിക്കാനായിരുന്നു പ്ലാൻ. നിന്റെ കാര്യം ശിവക്ക് അറിയില്ലായിരുന്നു. പക്ഷെ അവര് നമ്പ്യാർക്കൊരു മോളുടെ നിറഞ്ഞപ്പോൾ നിന്നെ കൊണ്ടുവരാമെന്ന് ഉറപ്പിച്ചു. പിന്നെ നിന്നെ കൊണ്ടുവന്ന മുതൽ അവനുള്ള മാറ്റം ഞാൻ ശ്രദ്ധിച്ചു. അവൻ്റെ ഉള്ളിൽ നിന്നോട് സ്നേഹമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അത് പുറത്തു കൊണ്ടുവരാമെന്ന് നോക്കിയെന്ന് ശരി തന്നെയാണ്. അതെനിക്ക് വേണ്ടി മാത്രമല്ല, അവനും കൂടി വേണ്ടിയാ. ഡാനിയുടെ വാക്കുകളെല്ലാം കേട്ട് അഞ്ജലി നിന്നു. ഗൗത അഞ്ജലിയുടെ അരികിൽ തന്നെ ഉണ്ടായിരുന്നു. അവന്റെ ജീവിതത്തിൽ ഒരു പെണ്ണിനെ പോലും ശരിക്കും നോക്കുകയും ചെയ്യാത്ത അവൻ നിന്നെ നോക്കാൻ തുടങ്ങിയപ്പോൾ, എത്ര തിരക്കിൽ പോലും നിന്നെ അന്വേഷിക്കാൻ തുടങ്ങിയപ്പോൾ, നീ പോലും അറിയാതെ നിന്നെ നോക്കി കിടക്കുന്ന കണ്ടപ്പോഴാണ് ഞാൻ അവൻ്റെ ഉള്ളിലെ സ്നേഹം പുറത്തു കൊണ്ടുവന്നത്. എന്റെയും കീർത്തിയുടെയും കാര്യം ഞാൻ അവനോട് പറയാതിരുന്നത് മനഃപൂർവ്വമായിരുന്നു. കാരണം അവനെനിക്ക് എൻ്റെ എല്ലാമാണ്. അവനൊരു ജീവിതമില്ലാതെ ഞാൻ മാത്രം ജീവിക്കുമ്പോൾ എനിക്കത് സഹിക്കില്ല. അവനൊരു പെണ്ണ് ശരിയായിട്ട് ഞങ്ങളുടെ കാര്യം പറയുന്നവരും തീരുമാനം. അപ്പൊ റൗഡിക്കിനോട് പ്രണയം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നോന്നോ? പക്ഷെ നീ കരുതും പോലെ നിന്നെ തട്ടിക്കൊണ്ടുവന്ന മുതലല്ല. അതിനൊക്കെ മുന്നേ നമ്പ്യാരുടെ മോളാണെന്ന് അറിയും മുമ്പേ അവൻ നിന്നെ കണ്ടിട്ടുണ്ട്. നിന്നെ കാണാൻ വേണ്ടി അറിഞ്ഞിട്ടുണ്ട്. കാതുകൾക്ക് കേട്ടൊന്ന് വിശ്വാസം വരാതെ അഞ്ജലി മിഴിച്ചു നിന്നു. ഹൃദയം എന്തിനെന്നില്ലാതെ ഇടിച്ചു. മനസ്സിലൊരു പ്രണയമഴയായി ശിവ നിറഞ്ഞു വന്നു. റോഡ് സൈഡിലുള്ള ഒരു ചെറിയ ചായക്കടയുടെ ബെഞ്ചിലിരിക്കുന്നു ശിവ. അവന്റെ മനസ്സിൽ ഡാനിയുടെ വാക്കുകളായിരുന്നു. ഞാനവളായി ഒരു കൊല്ലായി പ്രണയത്തിലാണ്. അപ്പൊ ഡാനിക്കെല്ലാം മനസ്സിലായിട്ടുണ്ട്. അവനെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാവും ഇതുവരെ കളിച്ചത്. ശിവ തലകുടിഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. ഡാനിയിൽ നിന്നെല്ലാം ഒളിപ്പിച്ചു വെച്ചതിലുള്ള വിഷമവും കൂടെ ഡാനിയൽ അഞ്ജലിയോട് പറഞ്ഞാലുള്ള ചമ്മലെല്ലാം ഓർത്തുകൊണ്ട് ശിവക്കാകെ പ്രാന്തി പിടിച്ചു. അഞ്ജലിയെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട് ശിവ വീട്ടിലേക്ക് പോകാതെ വണ്ടി തിരിച്ചു വിട്ടു. ഡാനിയുടെ വാക്കുകൾ കേട്ട ഷോക്കിൽ കണ്ണുവീഴ്ച നിൽക്കുകയായിരുന്നു അഞ്ജലി. ഒപ്പം ഗൗതം. മനസ്സിൽ എന്ത് വികാരമാണ് നിറയുന്നതെന്നറിയാതെ അഞ്ജലി പ്രതിമ കണക്കി നിന്നു. കീർത്തി വന്ന് അവളെ പിടിച്ച് കുലുക്കിയപ്പോഴാണ് അവൾ ബോധമണ്ഡലത്തിലേക്ക് എത്തിയത്. എന്താ? ഞാൻ പറഞ്ഞു കേട്ടില്ല, നീ വേറെ ശിവയെ വിളിക്കും. ഡാനി പറഞ്ഞു. അഞ്ജലി ഫോൺ എടുക്കാൻ വേണ്ടി പോയി. അവളുടെ ഹൃദയം എന്തിനെന്നില്ലാതെ മിടിച്ചുകൊണ്ടിരുന്നു. ആ നിമിഷം അവളുടെ മനസ്സിലും കണ്ണിലുമെല്ലാം ശിവ മാത്രമായിരുന്നു. അവന്റെ പുൻസിരി നിറഞ്ഞ മുഖം. അവനെ കാണാൻ അവളുടെ ഹൃദയം തുടിച്ചു. ഫോൺ എടുത്ത് വേഗം തന്നെ ശിവയെ വിളിച്ചു. ഫോൺ അടിച്ച് കട്ടായതല്ലാതെ ശിവ ഫോൺ എടുത്തില്ല. അവൾ വീണ്ടും വിളിച്ചു. പക്ഷേ അപ്പോഴും അതുപോലെ തന്നെ ആയിരുന്നു. അഞ്ജലി ഡാനിയുടെ അടുത്തേക്ക് വന്നു. റൗഡി ഫോൺ എടുക്കുന്നില്ല. അവന് മനസ്സിലായി കാണും നമ്മളെല്ലാം അറിഞ്ഞെന്ന്.
എങ്ങനെ? അവനെ ഞാൻ ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയല്ലോ. അവൻ മുങ്ങിയതാ. അവന്റെ കള്ളത്തരം ഞാൻ കണ്ടുപിടിച്ചെന്നറിഞ്ഞപ്പോ നൈസായിട്ട് അങ്ങ് മുങ്ങി. ഡാനി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നീ ടെൻഷൻ ആവണ്ട, എവിടെ പോയാലും അവൻ ഇങ്ങോട്ട് തന്നെ വരും. കാരണം നീ ഇവിടെ ഉണ്ടല്ലോ. അഞ്ജലി ചിരിച്ചുകൊണ്ട് ഗൗതമിനെ നോക്കി. ഗൗതമിനും ശിവ അവളെ പ്രണയിക്കുണ്ടെന്നറിഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷമായിരുന്നു. കാരണം അഞ്ജലിയുടെ വാശി കൊണ്ട് മാത്രമാണോ ശിവ അവളെ സ്വീകരിച്ചെന്നൊരു സംശയം അവന്റെ ഉള്ളിലുണ്ടായിരുന്നു. എന്നാൽ അതിനുള്ള ഉത്തരം അവനിന്ന് കിട്ടി. അഞ്ജലിയുടെ ഉള്ളിൽ ശിവ കയറും മുന്നേ അവളുടെ റൗഡിയുടെ ഹൃദയം തന്നെ അഞ്ജലി കവർന്നെടുത്തറിഞ്ഞ് അവനും ചിരിച്ചു. അഞ്ജലിയും ഗൗതമും നോക്കുമ്പോൾ ഡാനിയും കീർത്തിയും മാറിയുന്നു എന്തോ സംസാരിക്കുന്നതാണ് കണ്ടത്. അത് കണ്ടതും ഗൗതം അഞ്ജലിയെ സൂക്ഷിച്ച് നോക്കി. അഞ്ജുവും അതുപോലെ അവരെ നോക്കി തലയാട്ടിയതും അവർ രണ്ടാളും അവരുടെ അടുത്തേക്ക് പോയി. ഡാനിയും കീർത്തി എന്തോ സ്വകാര്യം പറഞ്ഞ് ചിരിക്കുമ്പോഴാണ് അഞ്ജലിയും ഗൗതമും അവരുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നവർ കണ്ടത്. സ്വിച്ചിട്ട പോലെ ചിരി നിർത്തി അവർ അവരെ മിഴിച്ചു നോക്കി. ശിവ അഞ്ജുവിനെ പ്രണയിച്ച കഥയൊക്കെ അറിഞ്ഞു. ഇനി ഈ കഥ പറ മോനെ. ഇതിലിപ്പോ എന്താ പറയാൻ, എല്ലാം പറഞ്ഞില്ലേ? ഇല്ലല്ലോ, അണ്ടർഗ്രൗണ്ടിൽ കൂടെ ചരട് വലിച്ച കഥ ഞങ്ങൾക്ക് വിസ്തരിച്ച് കേൾക്കണം മോനെ ഡാനിക്കുട്ട. രണ്ടും കൂടെ ഒരു സൂചന പോലും തരാതെ ഡാനി ഇവളെ വായി നോക്കിയെങ്കിലും നടന്നിരുന്നു. പക്ഷെ ഈ പിശാചിന് നോട്ടം നോക്കുന്ന പോലും ഞാൻ കണ്ടിട്ടില്ല. എന്തായിരുന്നു അവളുടെ അഭിനയം? ഗൗതം പറയുന്ന കേട്ട് കീർത്തി വെളുക്കി ചിരിച്ചു. അഞ്ജലിയും ഗൗതമും സീരിയസ് ആണെന്ന് കണ്ടതും അവൾ ചിരി നിർത്തി വേഗം അവരുടെ ഇടയിൽ കയറി നിന്നു. അത് പിന്നെ ഇച്ചായനെ നോക്കിയ പണി പാളെന്ന് അറിയാവുന്നതുകൊണ്ടാ ഞാൻ നോക്കാൻ പോയിരുന്നു. നിങ്ങളുടെ മുമ്പിൽ എക്സ്ട്രാ ഡീസലായതല്ലേ ഞാൻ. മതിയടി, ഞാൻ റൗഡിയെ പ്രേമിക്കുന്നവരെ എന്തൊക്കെയാ ഇവള് പറഞ്ഞ്. ഡാനിച്ച കളക്ടൂത്തിയാ കാണോടി. അവൾക്ക് കേട്ടാ എനിക്ക് പറ്റില്ല അല്ലേ? ഗൗതം അഞ്ജലിയും കൂടെ കീർത്തിയിട്ട് പൊരിച്ചു. ഡാനി നൈസായി മുങ്ങാൻ നിന്നും ഗൗതം പിടിച്ച പിടിയാൽ അവനെ പൊക്കി. ഡാനിയും കീർത്തിയും അവരുടെ വായിൽ മുഴുവൻ കേട്ട് ഒന്നും ഇടാൻ നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. ബീച്ചിലെ മണലിൽ മലർന്നു കിടന്ന് കണ്ണടച്ച് കിടക്കുകയാണ് ശിവ. കണ്ണിന് മുമ്പിൽ അഞ്ജലിയുടെ മുഖം മാത്രം. അതിന്റെ പ്രതിഫലനം എന്നോളം അവന്റെ ചുണ്ടിൽ പുഞ്ചിരി ഉണ്ടായിരുന്നു. അവളെ ആദ്യമായി കണ്ടതു മുതൽ ആ നിമിഷം വരെയുള്ള കാര്യങ്ങൾ അവന്റെ മനസ്സിലൂടെ കടന്നുപോയി. പെട്ടെന്ന് എഴുന്നേറ്റിരുന്ന് അവൻ കടലിലേക്ക് മിഴികൾ പായിച്ചു. ഷർട്ടിലെ പോക്കറ്റിൽ കിടന്ന് ഫോൺ പിന്നെയും വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയതും ശിവ ഫോൺ എടുത്ത് ഡിസ്പ്ലേയിലേക്ക് നോക്കി. അഞ്ജലിയുടെ മുഖം കണ്ടതും അവന്റെ ചുണ്ടിൽ ചിരി തെളിഞ്ഞു വന്നു. ഫോൺ എടുക്കാതെ അവൻ അതിലേക്ക് തന്നെ നോക്കിയിരുന്നു. ഫോൺ കട്ടായതും പോക്കറ്റിലിടാൻ നിന്നും വീണ്ടും അവളുടെ വിളി വന്നു. ഇത്തവണ അവനും കൊതിച്ചിരുന്നു അവളുടെ ശബ്ദം കേൾക്കാൻ. എടുത്താൽ എന്തു പറയുമെന്ന കള്ളം മനസ്സിലാലോചിച്ചുകൊണ്ട് അവൻ ഫോൺ എടുത്തു. എവിടെയാ റൗഡി? എത്ര നേരമായി വിളിക്കുന്നു, ഒന്ന് പറയുപോലും ചെയ്യാതെ പോയിട്ട് എന്ത് ഫോൺ എടുക്കാത്തെ? ഞാൻ കുറച്ച് തിരക്കിലാണ്, അതാ ഫോൺ. എന്ത് തിരക്ക്? ദേ കള്ളം പറയാൻ നിൽക്കല്ലേ, ഞാൻ ഇങ്ങോട്ട് പോവാം. ഇപ്പൊ ഇവിടുന്ന് വരാൻ പറ്റില്ല, കുറച്ച് ബിസിയാ. നീ ഡാനിയുടെ കൂടെ പോന്നേക്ക്. റൗഡി എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. റൗഡി വരാൻ ഞാൻ വരില്ല. അഞ്ജലി ഫോൺ കട്ടാക്കിയത് ശിവ ആലോചനയോട് വീണ് കടലിലേക്ക് നോക്കി. വൈകുന്നേരം തന്നെ കീർത്തിയുടെ അച്ഛനും അമ്മയെല്ലാം തിരിച്ചുപോയി. ഡാനിയും കീർത്തിയും കൂടെ വീട്ടിൽ പോകാൻ നേരം അഞ്ജലിയെ വിളിച്ചെങ്കിലും അവൾ ശിവ വരാതെ ഇല്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഗൗതമും അഞ്ജലിയുടെ കൂടെ കൂടി. ഗൗതമിന്റെ തോളിൽ തലയായിച്ചുകൊണ്ട് ബാൽക്കണിയുടെ നിലത്തിരിക്കുകയായിരുന്നു അഞ്ജലി. രണ്ടുപേരും ഒന്നും മിണ്ടുന്നില്ലെങ്കിലും മനസ്സിൽ ഒത്തിരി സന്തോഷമുണ്ടായിരുന്നു. അന്ന് ഇതുപോലൊരു ദിവസം ഞാൻ റൗഡി ഇഷ്ടമാണെന്ന് നിന്നോട് പറഞ്ഞു ഓർമ്മയുണ്ടോടാ? അന്ന് നിന്റെ കണ്ണിൽ കണ്ട പ്രണയം കൊണ്ട് മാത്രമാണ് ഞാൻ നിന്റെ കൂടെ നിന്ന്. ഒരുപക്ഷെ അജയേട്ടനും ശാലിനിയായിട്ട് ഇങ്ങനെ ഒരു പ്രശ്നമില്ലായിരുന്നെങ്കിൽ എനിക്കെന്നെ റൗഡിയെ കാണാനേ പറ്റില്ലായിരുന്നു അല്ലേ? ഇതുവരെ എനിക്കും അങ്ങനെ തോന്നിയിരുന്നു, പക്ഷെ ഇപ്പോൾ ഇല്ല. ഒന്നിക്കാൻ പറ്റുമോന്നൊന്നും അറിയില്ല, പക്ഷെ നിന്റെ റൗഡിയുടെ മനസ്സിൽ നീ ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് അത് നിന്നെ തേടി വന്നാലോ? ഓടാ, ആദ്യം എന്നോട് ഇഷ്ടം തോന്നിയിട്ട് അത് പറയാതെ എന്നെ തട്ടിക്കൊണ്ടുപോയി ഞാൻ ഇഷ്ടം അങ്ങോട്ട് പറഞ്ഞപ്പോൾ നിരസിച്ച മുതലാത്. അത് നമ്മുടെ മുന്നിൽ ശിവ, അവൻ്റെ ഉള്ളിൽ ശിവയുണ്ടാവും. അഞ്ചു തന്റെ പെണ്ണിനെ സ്വന്തമാക്കാൻ ഏതറ്റം വരെയും പോകുന്ന ഒരു റൗഡി ശിവ. ഗൗതം പറഞ്ഞു കേട്ട് അഞ്ജലി തലയുയർത്തി അവനെ നോക്കി. അവൻ അവളുടെ തോളിലൂടെ കൈയിട്ട് അവളെ അവനോട് ചേർത്തു. നീ ഒന്ന് ആലോചിച്ച് നോക്കി, അജയെ കൊണ്ടുപോയി കയ്യും കാലും ഓടിക്കാൻ പ്ലാൻ ചെയ്ത് മാറ്റി നിന്നെ തട്ടിക്കൊണ്ടുപോകാൻ പ്ലാൻ ചെയ്ത് ശിവാണെന്നല്ലേ ഡാനി പറഞ്ഞ്? അതെ, അത് ശിവ ചുമ്മാ ചെയ്തല്ലെന്ന് നമുക്ക് മനസ്സിലായി. അതിനർത്ഥം അവൻ കെട്ടിയിരിക്കുന്ന ഈ താലി വരെ അവൻ പ്ലാൻ ചെയ്താവും. അഞ്ജലി കണ്ണുമിഴിച്ചു ഗൗതം ചിരിയോടെ അവളെ നോക്കി. നീ ആദ്യ ഇഷ്ടം തുറന്നു പറഞ്ഞപ്പോൾ തന്നെ അവൻ നിന്നെ സ്വീകരിക്കായിരുന്നു. അവനത് ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അവൻ നിന്നെ പിന്തിരിപ്പിച്ച് അവന് ഇഷ്ടമില്ലായിട്ടല്ല അഞ്ചു, നിന്നെ ജീവനായതുകൊണ്ടാണ്. അവന്റെ സാഹചര്യങ്ങളോട് നീ പൊരുത്തപ്പെടുമോ എന്ന പേടി. അവനെ പോലെ ഒരാളെ നീ കൂടെ കൂട്ടിയാൽ നിനക്കുണ്ടാവുന്ന നഷ്ടവും നിന്റെ സങ്കടവും എല്ലാം കൊണ്ടാവും അവൻ എതിർത്തു. നാവ് കൊണ്ട് നിന്നെ ഒഴിവാക്കുമ്പോൾ ഹൃദയം കൊണ്ട് അവൻ കരയുന്നുണ്ടാവും. ഗൗതമിന്റെ വാക്കുകൾ കേട്ട് അഞ്ജലിയുടെ കണ്ണുകൾ നിറഞ്ഞു. പെട്ടെന്നാണ് റൂമിലെ ഡോർ തുറക്കുന്ന ശബ്ദം കേട്ടത്. അഞ്ജലിയും ഗൗതം എഴുന്നേറ്റ് വന്ന് നോക്കുമ്പോൾ ശിവ ഡോറിന് അകത്ത് കയറിയായിരുന്നു. അവരെ കണ്ടത് ശിവ ചിരിക്കാൻ ശ്രമിച്ചു. നീ എവിടെ പോയി? വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല. ഒരു അർജന്റ് കാര്യം ഉണ്ടായിരുന്നു. അല്ല, ഡാനി എവിടെ? അവനും കരുതി വൈകുന്നേരം തന്നെ പോയി. ഇവിടെ നീ വന്നാലേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഇവിടെ നിന്നു. ഗൗതമിനോട് സംസാരിക്കുമ്പോൾ ശിവയുടെ നോട്ടയിടക്ക് അഞ്ജലിയുടെ മേൽ വീഴുന്നുണ്ടായിരുന്നു. അഞ്ജലി അത് കണ്ടിട്ടും കാണാത്ത പോലെ നിന്നു. നിങ്ങളൊന്ന് പോകുന്നുണ്ടോ? ഉണ്ടടാ, ഞാൻ ഇവിടെ കൊണ്ട് പോകാമെന്നാ. എന്നാ അഞ്ചു റെഡി ആയിട്ട് വേമ്പോ, ഞാൻ താഴെ ഉണ്ടാവും. ഗൗതം അവിടുന്ന് ഉൾവലിയാൻ നോക്കി. അവൻ നടന്ന് ശിവയുടെ അടുത്തെത്തിയതൊന്നും നിന്നു.
എന്നാലും എൻ്റെ അളിയ. അത്രമാത്രം പറഞ്ഞുകൊണ്ട് ഗൗതം മുറിയിട്ട് പോയി. ആ നിമിഷം തന്നെ അഞ്ജലി ബാൽക്കണിയിലേക്ക് തന്നെ പോയി. ശിവ അവിടെ പുറകിൽ ചെന്നു അഞ്ജലി വേഗം തിരിഞ്ഞിരുന്നു. ശിവ പുരികം പൊക്കി എന്തായെന്ന ഭാവത്തിൽ നോക്കിയതും അഞ്ജലി അവന്റെ ഷർട്ടിന്റെ കോളർ പിടിച്ച് വലിച്ചു. കള്ള റൗഡി, എന്തായാലും ചാടാ, ഒന്ന് ഇഷ്ടം പറഞ്ഞ് എന്തൊരു തല്ലാ തല്ലിയത്. എന്താ നിനക്കെന്നെ തിരിച്ചല്ലണോ? തല്ലണം, എന്നെ തല്ലി അതേ സ്ഥലത്ത് വെച്ച് തന്നെ എനിക്ക് തല്ലണം. അത് വേണം, ഞാനൊരു ഗുണ്ടയുള്ളൂ. ഒരു പെണ്ണിന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങിയ മോശമല്ലേ? സ്വന്തം പെണ്ണിന്റെ കയ്യിൽ നിന്നല്ലേ, ഒരു കുഴപ്പമില്ല. ശിവ ചിരിയോടെ അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് അവളിലേക്ക് ചേർന്ന് നിന്നു. അപ്പോഴും അവന്റെ കണ്ണുകൾ അവളുടെ മുഖത്ത് തന്നെയായിരുന്നു. ഏതായാലും എന്നെ തല്ലാൻ പോവല്ലേ, എന്നാലേ ഇതുകൂടെ ചേർത്ത് തല്ലിക്കും. പറഞ്ഞു തീർന്നു ശിവ കുനിഞ്ഞൊന്ന് അവളുടെ ചുണ്ടിലേക്ക് അമർത്തി മുത്തി. പെട്ടെന്നായതുകൊണ്ട് തന്നെ അഞ്ജലി കണ്ണുമിഴിച്ചു. അവനോടുള്ള പ്രണയം നിറഞ്ഞ ഹൃദയമിടിപ്പ് കൂടിയതും അഞ്ജലി അടുത്ത നിമിഷം തന്നെ അവനെയും വാരിപ്പുണർന്നു. അവളിലേക്ക് കൂടുതൽ അമർന്ന് ചുംബന ലഹരിയിൽ ഉരുകാൻ തുടങ്ങിയവയാണ് തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് അഞ്ജലി അവന്റെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് അവനെ തടഞ്ഞത്. ചുംബനം തടസ്സമായ ദേഷ്യത്തോടെ ശിവ അവളെ പുരികമുയർത്തി നോക്കി. ഉമ്മക്കൊക്കെ പിന്നെ അതെനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്. എന്ത് കാര്യമായാലും അതൊക്കെ പിന്നെ. ശിവ അവളുടെ കവിളിൽ പിടിച്ച അവളുടെ മുഖം അവന്റെ മുഖത്തോട് അടുപ്പിച്ചു. അവന്റെ ശ്വാസം മുഖത്ത് വീശുമ്പോൾ അഞ്ജലിയുടെ കണ്ണുകൾ അടയുന്നുണ്ടായിരുന്നു. എനിക്ക് നിന്നോട് ഒരുപാട് സംസാരിക്കാനുണ്ട്, പക്ഷേ അതിനു മുന്നേ എനിക്ക് നിന്നെ വേണം. വളരെ ആർദ്രമായി ശിവ പറഞ്ഞതും അഞ്ജലി അവനിലേക്ക് കൂടുതൽ ചേർന്ന് നിന്നു. എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണോ റോഡിക്ക്? അവന്റെ മുഖം മാറുന്നു, കണ്ണുകളിൽ ദേഷ്യം നിറയുന്നു അഞ്ജലി കാണുന്നുണ്ടായിരുന്നു. അവളിലെ പിടിവിട്ട് അവൻ തിരിഞ്ഞടന്നു. അഞ്ജലി പെട്ടെന്ന് അവന്റെ കയ്യിൽ പിടിച്ചെങ്കിലും അവളുടെ കൈ കുടഞ്ഞു മാറ്റി അവൻ മുറിയിലേക്ക് കയറാൻ തുടങ്ങി. ഏയ് റൗഡി! അഞ്ജലിയുടെ വിളി വന്നു. ശിവ നിന്നു. അത് കണ്ട് അഞ്ജലി ചിരിച്ചുകൊണ്ട് കൈകെട്ടി. ശിവ തിരിഞ്ഞെന്ന് അവളെ കൂർപ്പിച്ച് നോക്കി. പെട്ടെന്ന് അവളുടെ അടുത്ത് വന്ന് നിന്നു. ഞാൻ വേണ്ടെന്ന് വെച്ചാൽ നീ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കും അല്ലടി നമ്പ്യാരുടെ മോളെ. അവളുടെ ഇടുപ്പിലൂടെ കൈ ചുറ്റിപ്പിടിച്ച് അവൻ പറഞ്ഞത് അഞ്ജലി കുതിരി മാറാൻ ശ്രമിച്ചു. സ്വന്തം അമ്മായിയപ്പന്റെ പേര് പറയുന്നു, ഇത്തിരി ബഹുമാനം കൊടുത്തൂടെ? ഒന്നുമില്ല, അങ്ങയുടെ ഉരുപ്പടിയല്ലേ മനുഷ്യ നിങ്ങളുടെ കയ്യിൽ. ആ ഒരൊറ്റ ഗുണം മാത്രമേ ഞാൻ അയാൾ കാണുന്നുള്ളൂ. രണ്ടെണ്ണം കൊടുക്കാതെ വിട്ടതും ഈ ഉരുപ്പടി ഓർത്തുകൊണ്ട് മാത്രം മോളെ അഞ്ചു. അവളുടെ മുഖത്തൂടെ വിരലോടിച്ചുകൊണ്ട് ശിവ പറയുമ്പോൾ അഞ്ജലി ചിരിയോടെ അവന്റെ നെഞ്ചിൽ ചാരി. അവളെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് ശിവ അവളുടെ മൂർധാവിൽ ചുംബിച്ചു. അഞ്ജലി മുഖമുയർത്തി നോക്കിയതും ചിരിക്കുന്ന അവന്റെ ചുണ്ടുകളെ കാണി അവളിലും പ്രണയം നിറഞ്ഞു തുടങ്ങിയിരുന്നു. നമ്പ്യാരും രാധയും രാത്രി അവിടെ തങ്ങാൻ അവരോട് പറഞ്ഞെങ്കിലും ശിവയും അഞ്ജലിയും വേണ്ടെന്ന് വെച്ച് വീട്ടിലേക്ക് തിരിച്ചു. ബൈക്കിൽ ശിവയുടെ കൂടെ പോരുമ്പോൾ അഞ്ജലിയുടെ മനസ്സ് നിറയെ ഡാനി പറഞ്ഞ കാര്യങ്ങളായിരുന്നു. ആ സമയമാണ് ശിവയുടെ ഫോൺ റിങ് ചെയ്തത്. ബൈക്ക് സൈഡാക്കി ശിവ ഫോൺ എടുത്തു. എന്താടാ പുല്ലേ, അളിയൻ ഭയങ്കര ചൂടിലാണല്ലോ. നീ കാര്യം പറയുന്നുണ്ടോ? നിങ്ങൾ കാണാഞ്ഞോട് വിളിച്ച ഞങ്ങൾ അങ്ങോട്ട് വന്നാൽ നിനക്ക് ബുദ്ധിമുട്ടാവില്ലേ? ഏയ് ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ല, ബുദ്ധിമുട്ടൊക്കെ കഴിഞ്ഞു. ദാ പന്നി, അല്ലെങ്കിൽ ഞാൻ നിനക്ക് മണിയർ ഒഴുക്കി തരാം. നീ എന്റെ കൈ കിട്ടണേ മോനെ ഡാനി. ഇന്നത്തോടെ നിന്റെ കഥ കഴിഞ്ഞു. അയ്യോ, അപ്പൊ എന്നെ കീർത്തി വിധവയാവില്ലേ? ദാ എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട്, ഞാനങ്ങോട്ട് വരുവാ, കാത്തേക്ക് നീ. ബാക്കി പല്ലും കൂടെ അടിച്ച് കൊഴിക്കും ഞാൻ. ശിവ ദേഷ്യത്തിൽ ഫോൺ വെച്ചു. ഡാനി ചിരിയോടെ കീർത്തിയെ നോക്കി. അവൾ എന്തായെന്ന ഭാഗത്തോടെ നോക്കിയായിരുന്നു. ശിവയെ ഫേസ് ചെയ്യാൻ അവൾക്കും പേടിയുണ്ടായിരുന്നു. അവരിപ്പോ വരും. ഈ ചേന എനിക്ക് പേടിയാവുന്നുണ്ട് കേട്ടോ. എന്തിനാടി? അവനെ എന്റെ ശിവയെ രണ്ട് തെറി പറയും, ചിലപ്പോൾ എനിക്കൊന്ന് കിട്ടും, അത്രേ ഉള്ളൂ. അത് ദേഷ്യം കൊണ്ടല്ല, സ്നേഹം കൊണ്ടാ. ഡാനി ചിരിയോടെ പറയുമ്പോൾ കീർത്തി ആലോചിച്ച് അവളുടെ ബന്ധത്തെക്കുറിച്ചായിരുന്നു. ഡാനിയിൽ നിന്ന് അവൾ കൂടുതൽ കേട്ടത് അവന്റെ ശിവയെക്കുറിച്ചാണ്. ആർക്കും അറിയാത്ത അവന്റെ മാത്രം ശിവയെക്കുറിച്ച്. എന്തിനാ ഡാൻസിനോട് ദേഷ്യം കാണിച്ചേ? അതൊക്കെ ചുമ്മാ നമ്പരല്ലേ. അഞ്ജലിയെ നോക്കി കണ്ണിറുക്കി ചിരിച്ചുകൊണ്ട് ശിവ ബൈക്ക് എടുത്തു. അവർ നേരെ പോയത് ബീച്ചിലേക്കായിരുന്നു. അഞ്ജലി ശിവയോട് ഇഷ്ടം പറഞ്ഞ അതേ ബീച്ചിലേക്ക്. അവിടെ എത്തിയതും അഞ്ജലി സംശയത്തോടെ ശിവയെ നോക്കി. ബൈക്കിൽ നിന്നിറങ്ങി ശിവ അവിടെ കൈ പിടിച്ച് നടന്നു. നിനക്ക് തള്ളണ്ട എന്നെ? വേണം, പക്ഷേ അതിനുമ്പ് എനിക്കറിയണം. അവളെ തോളിലൂടെ കൈയിട്ട് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ശിവ കടലിലേക്ക് നോക്കി. അവന്റെ ഉള്ളിലെ പ്രണയം കേൾക്കാൻ കൊതിയോടെ അഞ്ജലി. നീ കേൾക്കാൻ പോകുന്ന കഥക്ക് കുറച്ച് വർഷങ്ങളുടെ പഴക്കമുണ്ട്, ഒരു 2-3 വർഷത്തെ പഴക്കം. അഞ്ജലി കണ്ണുമിഴിച്ച് അവനെ നോക്കി. അവൻ ആ കഥ പറയാൻ ആരംഭിച്ചു. പ്രാണന്റെ വിങ്ങും നീരലും പെണ്ണെ നിൻ കയ്യാൽ തൊട്ടതും